Not only the a fundamental of the database approach is that the database system contains not only the database itself, but also a complete definition or description of the database structure and constraints. This definition is stored in the DBMS catalog, which contains information such as the structure of each file, the type and the storage format of each data item, and various constraints of the data. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് എന്താണ്, നമ്മൾ മെറ്റാഡാറ്റയുടെ ഡെഫിനിഷൻ മെറ്റാഡാറ്റ ആണ് എന്ന് പറയാതെ ആ മെറ്റാഡാറ്റയുടെ ഡെഫിനിഷൻ നമ്മൾ ഓരോ പോയിന്റ് ആക്കി കൊടുക്കുക. നെക്സ്റ്റ് പോയിന്റിൽ മെറ്റാഡാറ്റ ആണെന്ന് പറയുന്നുണ്ട്. The information stored in the catalog is called metadata, and it describes the structure of the primary database. പറഞ്ഞ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പറയുക, അത്രയേ ഉള്ളൂ. സിമ്പിൾ. The catalog is used by the DBMS software. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ പറഞ്ഞില്ല ഡാറ്റാബേസ് മാത്രമല്ല ഉണ്ടാകുക, അതിനെക്കുറിച്ചുള്ള ഡാറ്റാബേസ് സിസ്റ്റം മാത്രമല്ല, അതിനെക്കുറിച്ചുള്ള അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള അതിൻ്റെ കൺസ്ട്രൻസിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ഈ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡെഫിനേഷൻ ഒരു കാറ്റലോഗ് ആയിട്ടാണ് DBMS സ്റ്റോർ ചെയ്യുക. അതിൽ വീണ്ടും അത് പിന്നെ വീണ്ടും പറയാം, അതിൽ നമ്മൾ സ്ട്രക്ചർ ഉണ്ടാവും, ഡാറ്റ ടൈപ്പ് ഉണ്ടാവും, സ്റ്റോറേജ് ഫോർമാറ്റ് ഉണ്ടാവും, കൺസ്ട്രെയിൻസ് ഉണ്ടാവും അറിയാം. എന്നിട്ട് ഈ കാറ്റലോഗിനെ പറയുന്ന പേരാണ് മെറ്റാഡാറ്റ എന്ന് പറയാം. എന്നിട്ട് വീണ്ടും പറയാം, ഇറ്റ് ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ഓഫ് ദ പ്രൈമറി ഡാറ്റാബേസ്. സിമ്പിൾ. ദ കാറ്റലോഗ് ഈസ് യൂസ്ഡ് ബൈ ദ DBMS സോഫ്റ്റ്വെയർ ആൻഡ് ഓൾസോ ബൈ ഡാറ്റാബേസ് യൂസേഴ്സ് ഹൂ നീഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡാറ്റാബേസ് സ്ട്രക്ചർ. ഈ കാറ്റലോഗ് ആരൊക്കെ യൂസ് ചെയ്യും? ഒന്ന് DBMS സോഫ്റ്റ്വെയർ എന്തായാലും യൂസ് ചെയ്യും. സോ ഇറ്റ് ഇസ് യൂസ്ഡ് ബൈ ദ DBMS സോഫ്റ്റ്വെയർ. അതുപോലെ തന്നെ ഒരു യൂസറും യൂസ് ചെയ്യും. ഇറ്റ് ഇസ് ഓൾസോ യൂസ്ഡ് ബൈ എ ഡാറ്റാബേസ് യൂസർ. എന്തിന്? ഈ ഡാറ്റാബേസിന്റെ സ്ട്രക്ചറിനെ പറ്റി ഒരു ഇൻഫർമേഷൻ കിട്ടും. ഡാറ്റാബേസ് മൊത്തം എടുത്ത് വായിച്ച് നോക്കേണ്ട ആവശ്യമില്ല, ഡാറ്റാബേസ് എന്തിനെ കുറിച്ചുള്ളതെന്ന് അറിയാം. സോ അവരും ഈ ഡാറ്റാബേസ് യൂസ് ചെയ്യും, ഈ കാറ്റലോഗ് യൂസ് ചെയ്യും. അപ്പോൾ ഈ മെറ്റാഡാറ്റ യൂസ് ചെയ്യുന്ന ആരൊക്കെയാണ്? ദ DBMS സോഫ്റ്റ്വെയർ ആൻഡ് ദ യൂസേഴ്സ് ഹൂ നീഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡാറ്റാബേസ് സ്ട്രക്ചർ. The DBMS software must work equally well with any number of database applications. For example, a university database, a banking database, or a company database, as long as the database definition is stored in the catalog. ഒരു DBMS സോഫ്റ്റ്വെയർ എനി നമ്പർ ഓഫ് ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ വർക്ക് ആവും, അത്രേ ഉള്ളൂ. ഒരു DBMS സോഫ്റ്റ്വെയർ ബാങ്കിന് മാത്രമായിട്ടോ യൂണിവേഴ്സിറ്റിക്ക് മാത്രമായിട്ടോ അങ്ങനെയല്ല, എല്ലാ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസിനും യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് characteristics of the DBMS, which is the insulation between programs and data. നമ്മൾ ആദ്യം ഫയൽ സിസ്റ്റത്തിനെ പറ്റിയുള്ള കുറ്റങ്ങൾ ആദ്യം അങ്ങനെ പറഞ്ഞു. ഇനി നമ്മൾ DBMS എടുക്കാനുള്ള കാരണം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയാണ് പറയുന്നത്. അതിനെങ്ങനെ പൊക്കി പറഞ്ഞു കൊടുക്കണമെങ്കിൽ അല്ല, ഒന്നാമത് നമ്മൾ കഴിഞ്ഞു, വിച്ച് ഇസ് ദ സെൽഫ് ഡിസ്ക്രൈബ് നാച്ചർ അല്ലേ ഓഫ് എ ഡാറ്റാബേസ്. ഇനി നമ്മൾ പറയുന്നത് ഇൻസുലേഷൻ ബിറ്റ്വീൻ പ്രോഗ്രാംസും ഡാറ്റ ആൻഡ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഓക്കെ, സൈബർ സെക്യൂരിറ്റിനെ പറ്റിയാണ് പറയുന്നത്. In traditional file processing, the structure of data files is embedded in the application programs. So any changes to the structure of a file may require changing all program that access the file. അതൊരു സാധാരണ നേരത്തെ പറഞ്ഞ മതി, ആദ്യം നമ്മൾ മറ്റേ പ്രശ്നം പറയും. സാധാരണ ഫയൽ പ്രോസസ്സിംഗ് അല്ലെ ഫയൽ സിസ്റ്റത്തിൽ എന്തായാലും സംഭവം, the structure of data file is embedded in the application program. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ ഈ ഡാറ്റ ഫയലിന്റെ സ്ട്രക്ചർ എംബഡഡ് ആണ്, അതിൽ തന്നെ ഉണ്ടാവും. സോ എനി ചേഞ്ചസ് ടു ദ സ്ട്രക്ചർ, ഈ സ്ട്രക്ചറിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ നമ്മളെ പ്രോഗ്രാമിനും കംപ്ലീറ്റ് ചേഞ്ച് ആവും. നമ്മുടെ ആ ഫയൽ ആക്സസ് ചെയ്യുന്ന ആ പ്രോഗ്രാം കംപ്ലീറ്റ് ചേഞ്ച് ആവും. അപ്പോൾ എന്താ പറഞ്ഞത്? ഇൻ ട്രഡീഷണൽ ഫയൽ പ്രോസസ്സിംഗ് ദ സ്ട്രക്ചർ ഓഫ് ഡാറ്റ ഫയൽസ് ഈസ് എംബഡഡ് മീൻസ് കണക്റ്റഡ്, അല്ലെങ്കിൽ അത് എംബഡ് അതിൻ്റെ ഉള്ളിൽ എംബഡ് ചെയ്ത് വെച്ച സംഭവമാണ്. The structure of data file is embedded in the application program. So any changes on the structure of the data files may require changing all programs that accessing the file. In DBMS access programs do not require such changes in most cases. DBMS accessing the programs in അങ്ങനത്തെ ചേഞ്ചസിനൊന്നും ആവശ്യമില്ല. ദ സ്ട്രക്ചർ ഓഫ് ഡാറ്റ ഫയൽ is stored in DBMS catalog separately from the access program. We call this property program data independence. ഓക്കെ, ഇതിനാണ് പ്രോഗ്രാം ഡാറ്റ ഇൻഡിപെൻഡൻസ്. അതായത് നമ്മുടെ ഈ ഡാറ്റ ഉണ്ടല്ലോ, ഈ ഡാറ്റ ഫയൽസിന്റെ സ്ട്രക്ചർ നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റാഡാറ്റ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചത്. ഓക്കെ, അത് ഈ പ്രോഗ്രാം ആക്സസ് ചെയ്യുന്നതിൽ നിന്നും വേറെ തന്നെ നമ്മൾ സിലിണ്ടർ വേറെ തന്നെ സ്റ്റോർ ചെയ്ത് കണ്ടില്ലേ,
അതുപോലെ തന്നെ ഈ ഡാറ്റ ഫയലിൻ്റെ സ്ട്രക്ചർ, ദാറ്റ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ഡാറ്റ ഫയൽ ഒരു DBMS കാറ്റലോഗ് നമ്മളെ മെറ്റാ ഡാറ്റ ആയിട്ട് വേറെ ഈ പ്രോഗ്രാം ആക്സസ് ചെയ്യുന്നതിന് ഞാൻ നേരത്തെ ഇതൊന്ന് കാണിച്ചത് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, ഇതിൽ കണ്ടില്ലേ ഇപ്പുറം മെറ്റാ ഡാറ്റ വേറെ, ഇപ്പുറം സ്റ്റോർ ഡാറ്റാബേസ് വേറെ. അപ്പോൾ ഇത് വേറെ തന്നെ ആക്സസ് ചെയ്യുന്നതിനും വേറെ തന്നെ പ്രോഗ്രാം ആക്സസിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് പ്രശ്നം വരില്ല, ഇതുപോലെ അവിടെ സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ഈ കംപ്ലീറ്റ് പ്രോഗ്രാം ആക്സസിങ് പ്രോഗ്രാമിൽ മാറ്റം വരുത്തേണ്ടി വരില്ല. ഓക്കെ, സോ ഇൻ ദ DBMS ആക്സസ് പ്രോഗ്രാംസ് ഡു നോട്ട് റിക്വയർ സച്ച് ചേഞ്ചസ്. ദ സ്ട്രക്ചർ അതിനെ പറഞ്ഞ പേരാണ് പ്രോഗ്രാം ഡാറ്റ ഇൻഡിപെൻഡൻസ്. പ്രോഗ്രാമും ഡാറ്റയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. പ്രോഗ്രാം ഡാറ്റ ഇൻഡിപെൻഡൻസ്. The structure of data files is stored in the DBMS catalog. The structure of data files is stored in the DBMS catalog separately from the access programs. ഇതിനെ പറയുന്ന പേരാണ്. There doesn't require any changes for the program accessing program. It is called data program independence. So next point എന്ന് പറയുന്നത് user application programs can operate on the data by invoking these operations through their names and arguments, regardless of how the operations are implemented. This may be termed program operation implementation. നേരത്തെ പ്രോഗ്രാം ഡാറ്റ ഇൻഡിപെൻഡൻസ് പറഞ്ഞു, അടുത്ത പ്രോഗ്രാം ഓപ്പറേഷൻ ഇൻഡിപെൻഡൻസ്. എന്താണ് സംഭവം? യൂസർ അപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ക്യാൻ ഓപ്പറേറ്റ് ഓൺ ദ ഡാറ്റ by invoking these operations through their names and arguments, regardless of how the operations are implemented. അത് യൂസർ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിന് ഈ ഡാറ്റയിൽ ഓപ്പറേറ്റ് ചെയ്യാം ബൈ ഇൻവോക്കിംഗ് ദീസ് ഓപ്പറേഷൻ ത്രൂ ദർ നെയിംസ് ആൻഡ് ആർഗ്യുമെന്റ്സ് റിഗാർഡ്സ് ഓഫ് ഹൗ ദ ഓപ്പറേഷൻസ് ആർ ഇംപ്ലിമെന്റഡ്. ഓക്കെ, നമ്മൾ ഈ ഓപ്പറേഷൻസ്, അതായത് ഇപ്പോൾ യൂസർ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാം, ഈ ഡാറ്റയിൽ കുറേ ഓപ്പറേറ്റിംഗ് നടത്താൻ പറ്റും. ലൈക്ക് കുറേ ഓപ്പറേഷൻസ് നേരത്തെ അതിൽ സ്റ്റോർഡ് ആയിരിക്കും. ആ ഓപ്പറേഷൻ കോൾ ചെയ്ത് ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്പറേഷൻ ത്രൂ ദെയർ നെയിംസ് ആൻഡ് ആർഗ്യുമെന്റ്സ്. അപ്പോൾ ആ ഓപ്പറേഷൻ നമുക്ക് ഒരു യൂസർ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് ഡാറ്റയിൽ ചില ഓപ്പറേഷൻസ് നടത്തണം. അപ്പോൾ ആ ഓപ്പറേഷൻ ചില പേരുകളും ആർഗ്യുമെന്റ്സും ഉണ്ട്. നമ്മളത് എങ്ങനെ ഓപ്പറേഷൻ മീൻസ് ആ ഓപ്പറേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ബേജാറാണ്ട. ലൈക്ക് ജാവയിൽ സോർട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ സോർട്ട് എന്ന ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സിയിലാണ് നമ്മൾ സോർട്ട് ചെയ്യുന്ന സോർട്ട് ഫംഗ്ഷൻ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. ANSYS ആണെങ്കിൽ ബാട്ട് അപ്പോൾ ഈ DBMSന്റെ സുഖം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ യൂസർ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ക്യാൻ ഓപ്പറേറ്റ് ഓൺ ദ ഡാറ്റ ബൈ ഇൻവോക്കിംഗ് ദീസ് ഓപ്പറേഷൻസ് ത്രൂ ദർ നെയിംസ് ആൻഡ് ആർഗ്യുമെന്റ്സ്. യൂസർ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ക്യാൻ ഓപ്പറേറ്റ് ഓൺ ദ ഡാറ്റ ബൈ ഇൻവോക്കിംഗ് these operations through their names and arguments, regardless of how the operations are implemented. Operations and implementation. This may be termed as program operation independence. The characteristics that allows program data independence and program operation independence is called data abstraction. Okay, ഈ സെറ്റപ്പിനെ പറയുന്ന പേരാണ്, അതായത് ഈ പ്രോഗ്രാം ഡാറ്റ ഇൻഡിപെൻഡൻസും പ്രോഗ്രാം ഓപ്പറേഷൻ ഇൻഡിപെൻഡൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ സംഭവത്തിന് പറയുന്ന പേരാണ്, മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. അത് നമ്മൾ കഴിഞ്ഞ ജാവയിൽ പഠിച്ച സംഭവമാണ്. ഇറ്റ് ഈസ് an OOP concept, abstraction. A DBMS provides users with a conceptual representation. Next point. A DBMS provides users with a conceptual representation of data that does not include many of the details of how the data is stored or how the operations are done. DBMS എന്ന ഒരു കൺസെപ്ച്വൽ റെപ്രസെന്റേഷൻ ആയിട്ട് കൊടുക്കും യൂസേഴ്സിന്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്തതെന്നോ എങ്ങനെയാണ് ഓപ്പറേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്തതെന്നോ അതിനെപ്പറ്റി ബേജാറാവേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇൻസുലേഷൻ ബിറ്റ്വീൻ പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. നെക്സ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. സപ്പോർട്ട് ഓഫ് മൾട്ടിപ്പിൾ യൂസ് ഓഫ് ദ ഡാറ്റ. ഓക്കെ, വ്യൂസ് ഉണ്ട്. എ ഡാറ്റാബേസ് typically has many users, each of whom may require a different perspective or view of the database. A view may be a subset of the database, or it may contain virtual data that is derived from the database files but is not explicitly stored. Some users may not need to be aware of whether the data they refer to is stored or derived. A multi-user DBMS whose users have a variety of distinct applications must provide facilities for defining multiple views. അതായത് ഒരു ഡാറ്റാബേസിന് കുറേ യൂസേഴ്സ് ഉണ്ടാവും. ഓരോരുത്തർക്കും ആ ഡാറ്റാബേസ് പല രീതിക്കായിരിക്കും വ്യൂ, മീൻസ് പല പെർസ്പെക്റ്റീവ്, അവരുടേതായ പെർസ്പെക്റ്റീവ്
പല യൂസേഴ്സിനും അത് അവരുടെ പെർസ്പെക്റ്റീവിലായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഓർ ഇറ്റ് ഈസ് കോൾഡ് ദ വ്യൂ ഓഫ് ദ ഡാറ്റാബേസ്. എ വ്യൂ മേ ബി എ സബ്സെറ്റ് ഓഫ് ദ ഡാറ്റാബേസ്. വ്യൂ എന്ന് പറയുന്നത് ഡാറ്റാബേസിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഓർ ഇറ്റ് മേ കണ്ടെയ്ൻ വിർച്വൽ ഡാറ്റ ദാറ്റ് ഇസ് ഡിറൈവ്ഡ്. അത് ഡാറ്റാബേസ് കംപ്ലീറ്റ് അല്ലാതെ അവർക്ക് വേണ്ട ആ പാർട്ട്, ഓക്കെ, ദാറ്റ് ഇസ് നോൺ ആസ് എ വ്യൂ. It may contain virtual data that is derived from the database files but is not explicitly stored. അതായത് നമ്മൾ ഡാറ്റാബേസ് ഫയൽ സ്റ്റോർ ചെയ്ത ഡാറ്റേൻ്റെ ഒരു വെർച്വൽ ഡാറ്റ, മീൻസ് ഒറിജിനലി എക്സ്പ്ലിസിറ്റ്ലി പക്ക ഒറിജിനൽ സാധനം അല്ലാതെ അതിൻ്റെ വെർച്വലി ആയിട്ടുള്ളൊരു സംഭവം ആണ് ഇവർക്ക് കൊടുക്കുന്നത്, ആണ് വ്യൂ എന്ന് പറയുക. അപ്പോൾ സം യൂസേഴ്സ് മേ നോട്ട് നീഡ് ടു ബി അവെയർ ഓഫ് വെദർ ഡാറ്റ. ഓക്കെ, ഇതിപ്പോൾ അതിനാണ് ഡിറൈവ്ഡ് ഡാറ്റ എന്ന് പറയുക, അല്ലെങ്കിൽ ഡിറൈവ്ഡ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ യൂസേഴ്സിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഡാറ്റ അതിൽ സ്റ്റോർ ചെയ്ത ഒറിജിനൽ ഡാറ്റയാണോ അല്ലെങ്കിൽ ഡിറൈവ്ഡ് ഡാറ്റയാണോ എന്നതിനെ പറ്റി അറിയേണ്ട ആവശ്യമില്ല. മൾട്ടി യൂസർ DBMS, അതായത് മൾട്ടിപ്പിൾ യൂസർ DBMS ആണെങ്കിൽ വെറൈറ്റി ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതിൽ പലരും പല യൂസേഴ്സും പല ആപ്ലിക്കേഷൻസിലേക്ക് ചെയ്യുന്നത്. ഓക്കെ, ലൈക്ക് ഇപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ഞാൻ വ്യൂ എന്താന്ന് പറയാം. ലൈബ്രറി എടുക്കുക. ആ ലൈബ്രറി, അപ്പോൾ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എൻ്റയർ ലൈബ്രറിയാണ്. ഓക്കെ, അപ്പോൾ അതിലൊരു ടേബിൾ എന്ന് പറഞ്ഞാൽ ആ ലൈബ്രറിയിൽ ഒരു ഷെൽഫാണ് ഇരിക്കുക. അപ്പോൾ ലൈബ്രറിയിലെ അപ്പോൾ ഡാറ്റാബേസിലെ ഡാറ്റ എന്താണ്, ആ ഷെൽഫിലുള്ള ബുക്സ് ആണ്. ഓക്കെ, ഇനി വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു കസ്റ്റം ഡിസ്പ്ലേ ആണ് ദാറ്റ് ഷോസ് എ സെലക്റ്റഡ് പാർട്ട് ഓഫ് വൺ ഓർ മോർ ഷെൽഫ്സ്. അത് ഈ ഷെൽഫിലെ നമുക്ക് വേണ്ട ഒരു പാർട്ട്, നമുക്ക് ഫിക്ഷൻ എന്നുള്ള പാർട്ട് മാത്രം മതിയായിരിക്കും. ഞാനൊരു യൂസറാണ്, എനിക്ക് ലൈബ്രറിയിലെ ഫിക്ഷൻ എന്ന് പറഞ്ഞ പാർട്ട് മാത്രം മതി ആ ടേബിളിലെ. അപ്പോൾ ആ കസ്റ്റം അത് മാത്രം കാണിക്കുന്നതിനാണ് നമ്മൾ വ്യൂ എന്ന് പറയുക. ഈ വ്യൂ എന്ത് കാണിക്കും, ഈ വ്യൂ ആക്ച്വൽ ബുക്സ് ആക്ച്വൽ ബുക്സ് സ്റ്റോർ ചെയ്യില്ല. അത് ജസ്റ്റ് നമുക്ക് ആ വ്യൂ എന്താ പറയുക, ജസ്റ്റ് ഷോസ് യു സ്നാപ്ഷോട്ട് ഓഫ് സർട്ടൻ ബുക്സ് അല്ലെങ്കിൽ പേജസ് ഫ്രം ദ ഷെൽഫ്സ് ബേസ്ഡ് ഓൺ വാട്ട് യു നീഡ്. This make it easier to find a work with the information you care about without getting lost in their library. മൊത്തം ലൈബ്രറി പോയി കഴിഞ്ഞാൽ തപ്പാട് നമുക്ക് ആ പാർട്ട് മാത്രം ജസ്റ്റ് നോക്കാൻ ഉള്ള ഒരു സംഭവത്തിനാണ് വ്യൂ എന്ന് പറയുന്നത്. സോ അത് വെച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. A database has many users, each of whom may require a different perspective or view of the database. A view may be a subset of database, or it may contain virtual data that is derived from the database files but is not explicitly stored. Some users may not need to be aware of whatever the data they refer to is stored or derived. A multi-user DBMS whose users have a variety of distinct applications must provide facilities for defining multiple users. Next, we have a sharing of data and multi-user transaction processing. 16ാമത്തെ പേജായി ടോട്ടൽ 44 പേജ് ഉണ്ട്. സംഭവം ഇവിടെ തീർക്കാം. ഷെയറിംഗ് ഓഫ് ഡാറ്റ ആൻഡ് മൾട്ടി യൂസർ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്. A multi-user DBMS, as its name implies, must allow multiple users to access the database at the same time. അതായത് ഒന്നുമില്ല, 4ാമത്തെ പോയിന്റ് എന്താണ്, ഷെയറിംഗ് ഓഫ് ഡാറ്റ ആൻഡ് മൾട്ടി യൂസർ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്. നമ്മൾ ഇതുവരെ ഇപ്പം എന്തെല്ലാം പഠിച്ചു ഫ്രം ദ സ്റ്റാർട്ടിങ് on the self-describing nature of a database system. Okay, രണ്ടോ, yes, data abstraction, അല്ല ഇൻസുലേഷൻ ബിറ്റ്വീൻ പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. 3ാമത്തതോ സപ്പോർട്ട് ഓഫ് മൾട്ടിപ്പിൾ വ്യൂസ് ഓഫ് ദ ഡാറ്റ. ഇപ്പോൾ 4ാമത്തെ വഴി ലാസ്റ്റ് ഫൈനൽ തിങ് ആണ് ദ ഷെയറിംഗ് ഓഫ് ഡാറ്റ ആൻഡ് മൾട്ടി യൂസർ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്. എ മൾട്ടി യൂസർ DBMS, as its name implies, അതിൻ്റെ പേര് പറയുമ്പോൾ തന്നെ, must allow multiple users to access the database at the same time. Okay, which means a multi-user DBMS which must allow multiple users to access the database at the same time. The DBMS must include concurrency control software to ensure that several users trying to update the same data do so in a controlled manner so that the result of the updates is correct. Which means in a DBMS, if there are multiple users who is working on a single data and updating in their own manner, then there must be a control software, a concurrency control software or a simultaneous control software which must control the manner
so that the result of the update is correct. Okay, എല്ലാവരും കൂടി ആക്സസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു കോൺകറൻസി കൺട്രോൾ സോഫ്റ്റ്വെയർ വേണം. കൺകറൻസി കൺട്രോൾ സോഫ്റ്റ്വെയർ എന്തിനാ വെച്ചാൽ എല്ലാവരും കൂടി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഓരോരുത്തർ അപ്ഡേറ്റ് കൺട്രോൾ ചെയ്ത് ഓരോരുത്തർക്ക് ടൈം കൊടുത്ത് അതിനാണ് എന്താ പറയുന്നത് DBMS അങ്ങനെ ഒരു കോൺകറൻസി കൺട്രോൾ സോഫ്റ്റ്വെയർ ഉണ്ടാവണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, when several reservation agents try to assign a seat on an airline flight, the DBMS should ensure that each seat can be accessed by only one agent at a time for assignment to a passenger. അതായത് കുറേ ആൾക്കാർ ഒരു സീറ്റിന് വേണ്ടി എയർലൈൻ ഫ്ലൈറ്റിലെ സീറ്റിന് വേണ്ടി റിസർവ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ DBMS എന്ത് എൻഷുർ ചെയ്യണം, ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ അസൈൻ ചെയ്യാൻ ചെയ്യണം. These type of applications are generally called online transaction processing, OLTP applications. A fundamental role of multi-user DBMS software is to ensure that concurrent transaction operate correctly and efficiently. Multi-user DBMS software main fundamental role എന്താണ്, മേജർ റോൾ എന്താണ്, കൺകറന്റ് അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ് ട്രാൻസാക്ഷൻ കറക്റ്റ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഐസൊലേഷൻ ഈ DBMS must enforce several transaction property. Transaction property രണ്ട് ടൈപ്പ് ഉണ്ട്, ഐസൊലേഷൻ പ്രോപ്പർട്ടിയും atomicity property ഉണ്ട്. What is isolation property? Isolation property says that ensure that each transaction appears to execute an isolation from other transaction, even though hundreds of transactions may be executing currently. അതായത് ഐസൊലേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ മറ്റൊരു ട്രാൻസാക്ഷനായിട്ട് ഐസൊലേറ്റഡ് ആയിരിക്കണം. അതായത് ഒന്നും മറ്റൊരു ഒരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. അതായത് ഒരുമിച്ചാണ് നമ്മളിത് നടക്കുന്നത് സമ്മതിച്ചു, ഈവൻ ദോ ഹൺഡ്രഡ്സ് ഓഫ് ട്രാൻസാക്ഷൻ മേ ബി എക്സിക്യൂട്ടിംഗ് കൺകറന്റ്ലി. എന്നാലും എൻഷുർ ദാറ്റ് ഈച്ച് ട്രാൻസാക്ഷൻ അപ്പിയർ ടു എക്സിക്യൂട്ട് ഇൻ ഐസൊലേഷൻ ഫോം ഫ്രം അതർ ട്രാൻസാക്ഷൻ. ഐസൊലേറ്റഡ് ആയ ഒറ്റക്ക് മറ്റു ട്രാൻസാക്ഷനിൽ നിന്ന് ഓരോ ട്രാൻസാക്ഷനും മറ്റു ട്രാൻസാക്ഷനിൽ നിന്ന് ഐസൊലേറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ആറ്റോമിസിറ്റി പ്രോപ്പർട്ടി. Ensure that either all the database operations in a transaction are executed or none are. Any mechanical electrical devices to fill and so in the computer system. In this case, we have to ensure that this should be restored to a considerable. അത് ആറ്റോമിസിറ്റി പ്രോപ്പർട്ടി ആയത് ഒന്നെങ്കിൽ ഡാറ്റാബേസ് ഓപ്പറേഷൻസിന് അതായത് ട്രാൻസാക്ഷനിൽ നടക്കുന്ന ഡാറ്റാബേസ് ഓപ്പറേഷൻസ് ഒന്നുകിൽ കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ആവണം, അല്ലെങ്കിൽ ഒന്നും എക്സിക്യൂട്ട് ആവാൻ പാടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും മെക്കാനിക്കൽ എന്തെങ്കിലും പ്രശ്നം വന്ന് നമ്മുടെ കറണ്ട് പോയി അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഒരു റീസ്റ്റോറിങ് സിസ്റ്റം വേണം. അതായത് കൺസിസ്റ്റൻസിയിലേക്ക് റീസ്റ്റോർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം വേണം. അതാണ് ഐസൊലേഷൻ പ്രോപ്പർട്ടി. സോ അതാണ് ആറ്റോമിസിറ്റി പ്രോപ്പർട്ടി. സോ ഐസൊലേഷൻ പ്രോപ്പർട്ടിയും ആറ്റോമൈസിറ്റി പ്രോപ്പർട്ടിയും കഴിഞ്ഞു. നെക്സ്റ്റ് വ്യൂ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് DBMS. കൺട്രോളിങ് റിഡൻഡൻസി, restricting unauthorized access, controlling redundancy, restricting unauthorized access, providing storage structures for efficient querying process, providing backup and recovery, providing multiple user interfaces, representing complex relationship among data, enforcing integrity constraints, permitting inferencing and actions using rule. Now, what are the disadvantages of DBMS? Cost of hardware and software, cost of data conversion, cost of staff training, appointing technical staff, database damage. What are the disadvantages again? Cost of hardware and software, cost of data conversion, cost of staff training, appointing technical staff, database damage. Next we have the database users, actors on the scene and workers behind the scene. ഓക്കെ, ഇനി നമുക്ക് ഡാറ്റാബേസ് യൂസേഴ്സ് നോക്കാം. അത് മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു ആക്ടേഴ്സ് ഓൺ ദ സീൻ ആൻഡ് വർക്കേഴ്സ് ബിഹൈൻഡ് ദ സീൻ. സോ വി ക്യാൻ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ആക്ടേഴ്സ് ഓൺ ദ സീൻ. ആക്ടേഴ്സ് ഓൺ ദ സീനിൽ വരുന്നത് രണ്ട് മൂന്ന് ആൾക്കാരാണ്. ഒന്ന് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, പിന്നെ ഡാറ്റാബേസ് ഡിസൈനേഴ്സ്, പിന്നെ എൻഡ് യൂസേഴ്സ്, ദെൻ സിസ്റ്റം അനാലിസ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. ഇത്രയും പേരാണ് ആക്ടേഴ്സ് ഓൺ ദ സീനിൽ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. In a database environment, the primary resource is the database itself
and the secondary resource is the DBMS and related software. Administering these resources is the responsibility of the database administrator. The DBA, which means the database administrator, is responsible for authorizing access to the database, coordinating and monitoring its use, and acquiring software and hardware resources as needed. The database administrator is accountable for problems such as security breaches and poor system response time. ആദ്യത്തെ 2 പോയിന്റ് പറയുന്നത് ഒരു ഡാറ്റാബേസ് എൻവയോൺമെന്റിൽ അതിൽ മെയിൻ സോഴ്സ് അതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ ഡാറ്റാബേസ് തന്നെയാണ്. ആൻഡ് സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത് ഈ DBMS പിന്നെ അതുപോലെ റിലേറ്റഡ് സോഫ്റ്റ്വെയറുമാണ്. മെയിൻ സാധനം നമ്മുടെ ഡാറ്റയാണ്. പിന്നെയാണ് അതിൻ്റെ മുകളിൽ വരുന്ന ഡാറ്റാബേസ് മാനേജ് സിസ്റ്റം, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ വരുന്നത്. അപ്പോൾ ഈ റിസോഴ്സസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ ഒരാൾ വേണം. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർക്കാണ്. പിന്നെ ഇത് 2 പോയിന്റ്സ് അത് പറയാം. ഇതാണ് മെയിൻ പോയിന്റ്. ദ DBA, നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയ ഇതെങ്കിലും എഴുതിയേക്കുക. ദ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ is responsible for authorizing access to the database, coordinating and monitoring its use, and acquiring software and hardware resources as needed. For database administrator, the database administrator is responsible for authorizing access to the database, coordinating and monitoring its use, and acquiring software and hardware resources if as needed. The DBA is accountable for problems such as security breaches and poor system response time. Okay, so you don't want to the DBA is responsible for authorizing. The DBA is responsible for authorizing access to the database, coordinating and monitoring its use, and acquiring software and hardware resources as needed. The DBA is accountable for problems such as security breaches and poor system response time. The functions of DBA on the schema definition. The DBA creates the original database schema by executing a set of data definitions statements in the DDL. DDL means data definition language. Database language, DBMS language പറ്റി നമ്മൾ പഠിക്കും. ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ അറിഞ്ഞു നോക്കുക, ഇതൊരു ലാംഗ്വേജ് ആണുള്ളത്. അപ്പോൾ DBAന്റെ ഫങ്ഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് സ്കീമ ഡെഫിനിഷൻ, which means the database administrator creates the original database schema by executing a set of data definition statements in the DDL. Next one, storage structure and access method definition. The database administrator may specify some parameters pertaining to the physical organization of the data and the indices to be created. The DBA, one more time, storage structure and access method definition. The database administrator may specify some parameters pertaining to the physical organization of the data and the indices to be created. Then schema and physical organization modification. The database administrators carries out changes to the schema and the physical organization to reflect the changing needs of the organization or to alter the physical organization to improve performance. എന്തായാലും ഈ ഫംഗ്ഷൻസിന്റെ 4 പോയിന്റ് പേരുകൾ നിങ്ങൾ എന്തായാലും പഠിച്ചേക്കുക. ഒന്ന് സ്കീമ ഡെഫിനിഷൻ, രണ്ടാമത് സ്റ്റോറേജ് സ്ട്രക്ചർ ആൻഡ് ആക്സസ് മെത്തേഡ് ഡെഫിനിഷൻ, മൂന്നാമത് സ്കീമ ആൻഡ് ഫിസിക്കൽ ഓർഗനൈസേഷൻ മോഡിഫിക്കേഷൻ. The DBA carries out changes to the schema and physical organization to reflect the changing needs of the organization or to alter the physical organization to improve performance. Next, granting of authorization for data access. The authorization information is kept in a special system structure that the database system consults whenever users try to access the data in the system. Okay, അപ്പോൾ ഈ 4 പോയിന്റ് നിങ്ങൾ ഓർമ്മിക്കുക. ബാക്കിയുള്ളത് പറ്റുമെങ്കിൽ എടുത്ത് എഴുതാൻ നോക്കുക. സ്കീമ ഡെഫിനിഷൻ ഒന്നാമത്, പിന്നെ സ്റ്റോറേജ് സ്ട്രക്ചർ ആൻഡ് ആക്സസ് മെത്തേഡ് ഡെഫിനിഷൻ, സ്കീമ ഡെഫിനിഷൻ, സ്റ്റോറേജ് മെത്തേഡ് ആൻഡ് സ്റ്റോറേജ് സ്ട്രക്ചർ ആൻഡ് ആക്സസ് മെത്തേഡ് ഡെഫിനിഷൻ, then schema and physical organization modification,
Then we have granting of authorization for data access. രണ്ടാമത് വരുന്നത് ഡാറ്റാബേസ് ഡിസൈനേഴ്സ് ആണ്. നേരത്തെ നമ്മൾ പഠിച്ച ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, പിന്നത് ഡാറ്റാബേസ് ഡിസൈനേഴ്സ് ആണ്. ഇവരുടെ പണി എന്താണ്? ഡാറ്റാബേസ് ഡിസൈനേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഐഡന്റിഫൈങ് ദ ഡാറ്റ ടു ബി സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ്. ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യേണ്ട ഡാറ്റയെ ഐഡന്റിഫൈ ചെയ്യുന്ന ആരാണ്? ഡാറ്റാബേസ് ഡിസൈനേഴ്സ് ആണ്. And for choosing appropriate structures to represent and store this data. It is the responsibility of database designers to communicate with all prospective database users in order to understand their requirements and to create a design that meets these requirements. ഇവരുടെ പണി എന്താ വെച്ചാൽ ഡാറ്റ ഐഡന്റിഫൈ ചെയ്തിട്ട് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത ഡാറ്റ ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിന് ആവശ്യമായ അപ്രോപ്രിയേറ്റ് സ്ട്രക്ചേഴ്സും ചൂസ് ചെയ്യുക, എന്നിട്ട് ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുക. ദെൻ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ എല്ലാ പ്രോസ്പെക്റ്റീവ് ഡാറ്റാബേസ് യൂസേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്നിട്ട് അവരുടെ റിക്വയർമെന്റ്സ് എന്താണ്, എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുക എന്നതൊക്കെ ഈ ഡാറ്റാബേസ് ഡിസൈനേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. നെക്സ്റ്റ് വി ഹാവ് ദിസ് എൻഡ് യൂസേഴ്സ്. എൻഡ് യൂസേഴ്സ് തന്നെ 4 ടൈപ്സ് ഉണ്ട്. കാഷ്വൽ എൻഡ് യൂസേഴ്സ് ഉണ്ട്, നെയ്വ് ഓർ പാരാമെട്രിക് എൻഡ് യൂസേഴ്സ് ഉണ്ട്, സഫിസ്റ്റിക്കേറ്റഡ് എൻഡ് യൂസേഴ്സ് ഉണ്ട്, സ്റ്റാൻഡ് അലോൺ യൂസേഴ്സ് ഉണ്ട്. കാഷ്വൽ ആൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഒക്കേഷണലി ആണ് ഡാറ്റാബേസ് ആക്സസ് ചെയ്യുള്ളൂ, ബട്ട് ദേ മേ നീഡ് ഡിഫറെന്റ് ഇൻഫർമേഷൻ ഈച്ച് ടൈം. കാഷ്വൽ എൻഡ് യൂസേഴ്സ് പറഞ്ഞാൽ ദേ ഒക്കേഷണലി ആക്സസ് ദി ഡാറ്റാബേസ്. അതൊക്കെ ഓരോ സമയം അവർക്ക് വേറെ വേറെ അവർക്ക് ആവശ്യമായ ഇൻഫർമേഷൻ ആയിരിക്കും ഉണ്ടാകുക, ബട്ട് ദേ ആർ കാഷ്വൽ എൻഡ് യൂസേഴ്സ്. നെക്സ്റ്റ് വി ആർ നെയ്വ് എൻഡ് യൂസേഴ്സ്. Constantly querying and updating the database using standard types of queries and updates called canned transactions that have been carefully programmed and tested. ഇപ്പോൾ കാഷ്വൽ എന്ന് പറഞ്ഞാൽ അവർ ഒക്കേഷണലി ഡാറ്റാബേസ് ആക്സസ് ചെയ്യുന്നത്. നെയ്വ് എന്ന് പറഞ്ഞാൽ അവർ കോൺസ്റ്റന്റ്ലി അപ്ഡേറ്റ് ചെയ്യും, കോൺസ്റ്റന്റ്ലി ക്വയറിങ് ആൻഡ് അപ്ഡേറ്റിംഗ് ദ ഡാറ്റാബേസ് യൂസിങ് some commands called the canned transaction or using standard types of queries and updates called canned transactions. പിന്നെ അടുത്ത വരുന്നത് സൊഫിസ്റ്റിക്കേറ്റഡ് എൻഡ് യൂസേഴ്സ് ആണ്, which include engineers, scientists, business analysts, and other who thoroughly familiarize themselves with the facilities of the DBMS in order to implement their own applications to meet their complex requirements. Sophisticated end users പറഞ്ഞാൽ അതിൽ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, സയൻറ്റിസ്റ്റ് ഉണ്ടാവും, ബിസിനസ് അനാലിസ്റ്റ് ഉണ്ടാവും, അതുപോലെ and others who thoroughly familiarize themselves with the facilities of the DBMS. സൊഫിസ്റ്റിക്കേറ്റഡിൽ വരുന്നത് എഞ്ചിനീയേഴ്സ് ആണ്, സയന്റിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ്, അതുപോലത്തെ ഈ DBMSന്റെ ഫെസിലിറ്റീസ് DBMSനെ തെറോലി പഠിച്ചുള്ളത്, തെറോലി ഫെമിലറൈസ് ചെയ്ത ആൾക്കാരാണ് ഉണ്ടാകുക. അവരെന്താണ് in order to implement their own applications to meet their complex requirements. Then we have the stand-alone users. അവർ ഒറ്റക്ക് തന്നെ ലൈക്ക് മെയിൻറ്റെയിൻ പേഴ്സണൽ ഡാറ്റാബേസ്, അവരുടെ പേഴ്സണൽ ഡാറ്റാബേസ് ആയിരിക്കും അവരൊറ്റക്കുള്ള, അതിൽ വേറെ ആരും ഒന്ന് കൈകടത്താത്ത അവരുടെ ഒറ്റക്കുള്ള. ദാറ്റ് ഈസ് മീൻ ബൈ സ്റ്റാൻഡ് അലോൺ യൂസേഴ്സ് മെയിൻറ്റെയിൻ പേഴ്സണൽ ഡാറ്റാബേസ് ബൈ യൂസിങ് റെഡിമെയ്ഡ് പ്രോഗ്രാം പാക്കേജസ് ദാറ്റ് പ്രൊവൈഡ് ഈസി ടു യൂസ് മെനു ബേസ്ഡ് ഓർ ഗ്രാഫിക് ബേസ്ഡ് ഇന്റർഫേസസ്. സോ അതോടെ എൻഡ് യൂസേഴ്സ് കഴിഞ്ഞു, എൻഡ് യൂസേഴ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് ദ ലാസ്റ്റ് വൺ ഓഫ് ദി actors on the scene, which is the system analyst and application programmers, which are nothing but software engineers. System analysts determine the requirement of end users, especially naive end users, and develop specifications for standard CAN transactions that meet these requirements. Application programmers implement these specifications as programs. Then they test, debug, document, and maintain these CAN. അതായത്